സലാം മടക്കിയെങ്കിലും ആയിഷ ബീവി പ്രവാചകന്റെ കയ്യിലുള്ള പാത്രത്തിന് ഒരൊറ്റ തട്ട് വെച്ചു കൊടുത്തു. കുശുംബിത്തരം കൊണ്ട് മറ്റൊരു ഭാര്യയെ സമീപിച്ചിട്ടാണല്ലോ വരുന്നത്, മറ്റൊരു ഭാര്യ കൊടുത്ത ഭക്ഷണമാണല്ലോ. സ്ത്രീകൾക്കിടയിലുള്ള കുശുമ്പും കിടുമ്പും ഈ സ്വഭാവം സ്ത്രീകളുടെ അസ്തിത്വത്തിലെ ഊട്ടപ്പെട്ടതാണല്ലോ. ഒറ്റത്തട്ട് വെച്ചു കൊടുത്തു. പാത്രം താഴെ വീണ് ഉടഞ്ഞുപോയി. ഭക്ഷണ പദാർത്ഥങ്ങൾ മണലിൽ കിടന്നു പുരുണ്ടു. പ്രവാചകൻ ഒന്നും ചെയ്തില്ല. നമ്മളാണെങ്കിൽ മുഖത്ത് ഭാര്യയെ അടിക്കുമായിരുന്നു. പ്രവാചകൻ നേരെ അടുക്കളയിൽ കയറി ചെന്ന് മറ്റൊരു പാത്രം കൊണ്ടുവന്ന് ആയിഷ ബീവി നോക്കി നിൽക്കേ രണ്ട് കാൽമുട്ടുകളും നിലത്തുകുത്തി ആ ഭക്ഷണ പദാർത്ഥങ്ങളിലെ പൊടിപടലങ്ങൾ തുടച്ചു മാറ്റി ഒരു പാത്രത്തിൽ വെച്ച് മൗനം ട്രീറ്റ്മെന്റ് ആക്കി മാറ്റി മണിയറയിൽ പ്രവാചകൻ ചെന്നങ്ങട്ട് ഇരുന്നു. ആയിഷ ബീവിയുടെ മനസ്സിന് വേദന തോന്നി. ഞാനിത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഇതെന്റെ ഭർത്താവ് മാത്രമല്ല, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അന്തിമ പ്രവാചകനാണ്. മാകാന മുഹമ്മദുൻ അബാഹദിൻ മിർ റിജാലിക്കും വലാകിന്ന റസൂലല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, ഇത് അന്തിമ പ്രവാചകനാണ്. ഈ നബിയോടാണ് ഞാനത് ചെയ്തത്. ഓടിച്ചെന്നിട്ട് നബിയുടെ രണ്ട് കാൽമുട്ടിലും കൈവച്ചിട്ട് മാപ്പാക്കണേ നബിയെ, സംഭവിച്ചു പോയതാണ്. റസൂലുള്ള ചിരിച്ചുകൊണ്ട് ആയിഷ ബീവിയുടെ തലമുടിയിലൂടെ കൈ പായിച്ച് ചോദിച്ചു, ആയിഷ, ഞാനല്ലാതെ ആരാണ് ആയിഷ നിനക്ക് മാപ്പാക്കാനുള്ളത്? പക്ഷെ ഉടഞ്ഞ പാത്രമുണ്ടല്ലോ, അത് മറ്റൊരു പെണ്ണിൻ്റെതാണ്. അവള് സഹിക്കുമോ, അവള് പൊറുക്കുമോ, അതെനിക്കറിയില്ല ആയിഷ. ഇതാണ് റസൂലേ. ആയിഷ നോക്ക് നിങ്ങൾ, ആയിഷ ബീവി കുട്ടിയാണ്, ചെറുപ്പക്കാരിയാണ്. നബിയാകട്ടെ വാർദ്ധക്യത്തിലാണ്. മദീനത്തെ പള്ളിയിൽ ഒരു സംഘം ആളുകൾ കളരിപ്പയറ്റ് നടത്താൻ വേണ്ടി വന്നു. ഒരു സംഘം ആളുകൾ വന്നു. ആയിഷ, നിനക്ക് കളരി കാണണോ, നിനക്ക് അഭ്യാസം കാണണോ ആയിഷ? അതേ റസൂലേ. നോക്ക് നിങ്ങളുടെ ഭാര്യയോട് ഭർത്താവിന്റെ ചോദ്യം സിനിമ കാണാനല്ല, സംഗീതം കാണാനല്ല, കായിക വിനോദം കാണാൻ. ആയിഷ ബീവി പറഞ്ഞു, അതെ എനിക്ക് കാണണം. റസൂലിന്റെ കൂടെ പിന്നിൽ നടന്ന് ആയിഷ ബീവി മദീനത്തെ പള്ളിയിൽ കയറി. നിങ്ങൾക്കറിയാലോ, മദീനത്തെ പള്ളിയിൽ വെച്ച് ആയിഷ ബീവി ഈ സംഗതി കല കാണുകയാണ്. കുറെ നബിയുടെ ഷോൾഡറിൽ ആയിഷ ബീവി ഇങ്ങനെ താടി കുത്തി വെച്ചിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു പ്രവാചകന്റെ ചുമല് വേദനിക്കാൻ തുടങ്ങി. ആയിഷ, മതിയായില്ലേ ആയിഷ? ആയിഷ, ഇനി നമ്മൾ പോവുകയല്ലേ? ആയിഷ ബീവി പറയുകയാണ്, റസൂലിനെ ഞാനൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നോട് നബിക്ക് എത്ര സ്നേഹമുണ്ട് അതറിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മതിയായിട്ടില്ല, എനിക്കിനിയും കാണണം റസൂലേ. റസൂല് വീണ്ടും തന്റെ ചുമല് വെച്ച് കൊടുക്കുകയാണ്. താടി കുത്തി വെച്ച് ആയിഷ ബീവി വീണ്ടും കാണുന്നു. കുറെ കഴിഞ്ഞിട്ട് നബി ഇങ്ങനെ കൈകൊണ്ട് മുഖത്ത് തട്ടിയിട്ട് ചോദിച്ചു, ആയിഷ, പോകാൻ സമയമായില്ലേ ആയിഷ? വീണ്ടും ആയിഷ ബീവി പറഞ്ഞു, നബിയെ, സമയമായിട്ടില്ലേ, എനിക്ക് കാണണം നബിയെ. 2-3 തവണ നബിയുടെ സ്നേഹം ആയിഷ ബീവി പരീക്ഷിക്കുകയാണ്. ആയിഷ ബീവി തോറ്റുപോവുകയാണ്. റസൂല് ജയിക്കുകയാണ്. സ്നേഹം കൊണ്ട് ലോകത്തെ വീർപ്പ് മുട്ടിച്ച അല്ലാഹുവിന്റെ റസൂല് നമുക്ക് മാതൃക കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ആ റസൂലല്ല ഇപ്പൊ നമ്മുടെ മാതൃക. മമ്മൂട്ടിയും മോഹൻലാലും പുതിയ തലമുറയുടെ മാതൃകയാകുമ്പോ അറിയണേ, ഈ റസൂലിനെ ലോകത്ത് ഏറ്റവും സമുന്നതമായ ജീവിതം നയിച്ച റസൂല്. കമലഹാസനെ മാതൃകയാക്കുന്നവർ 2 ഭാര്യമാരുടെ കൂടെ ജീവിച്ച് ഡൈവേഴ്സ് ചെയ്ത് 3ാമതൊരു പെണ്ണിന്റെ കൂടെ വിവാഹം പോലും കഴിക്കാതെ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന കമലഹാസന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടാകും. ഇത് കള്ളമല്ല, പ്രവാചക ജീവിതം കള്ളമല്ല. ഉള്ളും പുറവും ഒരേപോലെയാണ്. അള്ളാനെ പേടിക്കുന്ന ജീവിതമാണ് ഒരു മുസ്ലിമിന് പ്രവാചകൻ കാണിച്ച ജീവിതത്തെക്കാളും മഹോന്നതമായ ജീവിതം ലോകത്ത് വേറെ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കുന്ന ഒരു മഹത്തായ ഓർമ്മയും നമ്മുടെ ജീവിതത്തിലുണ്ട്. റസൂലിനെ ഇത്തിബാ ചെയ്യൽ. വമാ താകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂല് എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. ഇതാണ് റസൂല്. റസൂലിനെ പറ്റി പറഞ്ഞാൽ നേരം പുലരുന്നവരെ റസൂലിനെ പറ്റി പറഞ്ഞാലോ കാര്യങ്ങൾ അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത്ര മഹത്വം റസൂലിനുണ്ട്. റസൂല് ലോകത്ത് വെറുതെ ഇങ്ങനെ വന്ന് ഈ നാട്ടിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരാളല്ല റസൂല്. റസൂലിന്റെ ജീവിതം നിങ്ങൾക്കറിയോ? മനുഷ്യന്റെ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അർത്ഥവത്തായ ഒരു ജീവിതത്തെ അല്ല സമ്പന്നമായ ഒരു ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതാണ് സാക്ഷാൽ ജീവിതം അതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്ക്. ആയിഷ ബീവി അടുക്കളയിൽ വരും റസൂല്.
എന്നിട്ട് റസൂല് മാവ് ഇങ്ങനെ കുഴച്ചു കൊടുത്തു. ആയിഷ ബീവിക്ക് മാവ് കുഴച്ചു കൊടുത്ത് അതിങ്ങനെ ഉരുട്ടി അവിടെ വെച്ചോളൂ ഇങ്ങനെ അല്ലേ റസൂല്. അതാ റസൂല്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബട്ടൺ തുന്നി പിടിപ്പിച്ചു, ചെരുപ്പ് തുന്നി അല്ലേ, റസൂല് മുട്ടമടിച്ചു. ലോകത്തിൽ ഒരു വലിയ ഭരണാധികാരി അല്ലേ, അതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരോ അത്ഭുതമാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമാണ്. ഞാൻ ഏറ്റവും ചിന്തിച്ചു പോയൊരു ഘട്ടം സൗദിയിൽ ചെന്നപ്പോ, ഹറമിൽ ചെന്നപ്പോ അല്ല, സൗറും ഹിറാ ഗുഹയും ഞാൻ കണ്ടപ്പോ എനിക്ക് ഖദീജ ബീവിയെ കുറിച്ചുള്ള മഹത്വം ഏറെ ബോധ്യപ്പെട്ടത് ഹിറാ ഗുഹയും സൗർ ഗുഹയും കണ്ടപ്പോഴാണ്. അതെന്താ അങ്ങനെ? എന്താ അങ്ങനെ? ഞാന് ഹിറാ ഗുഹയിലേക്ക് കേറി എനിക്ക് നല്ല ക്ഷീണം തോന്നി. പടച്ചോനെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോണിപ്പടിയില്ലാത്ത കാലത്ത് ഇന്നൊക്കെ അവിടെ ചെറിയ ചെറിയ സിമന്റ് പടികളുണ്ട്. പോയവർക്കറിയാം. പാകിസ്ഥാനികള് അവിടെ ഇങ്ങനെ സിമന്റ് ഒക്കെ തേച്ചിട്ട് ഒരു ദീനാർ, ഒരു റിയാല് ഒക്കെ വാങ്ങി ഇങ്ങനെ നിൽക്കും ഹിറാ ഗുഹയുടെ പരിസരത്ത്. ഹിറാ ഗുഹയില് അങ്ങ് കയറി എത്തിയപ്പോ ഞാനൊരു യുവാവായിട്ട് പടച്ചോനെ ഇത് കയറി എത്തുമ്പോഴേക്ക് എനിക്ക് ക്ഷീണം തോന്നിപ്പോയല്ലോ റബ്ബേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് മണൽക്കാടുകളെ കടന്ന് ഖദീജ ബീവി റസൂലിനോട് ഭക്ഷണം എത്തിച്ചു എന്ന് കേൾക്കുമ്പോ, ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ഊക്കും എത്രയായിരുന്നു എന്ന് നമ്മൾ അളന്ന് ചിട്ടപ്പെടുത്തുമ്പോ എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഓർക്കുകയും അതിലേറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞങ്ങളോട് പറയാം, സ്ത്രീകളോട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ജിബ്രീൽ വന്നിട്ട് റസൂലിനെ ഇങ്ങനെ ആലിംഗനം ചെയ്തല്ലോ അല്ലേ? വായിക്കുക പ്രവാചക, മാ നബിക്കാരി, എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല. വീണ്ടും റസൂലിനെ ആലിംഗനം ചെയ്തു, മാ നബിക്കാരി. വീണ്ടും റസൂലിനോട് വായിക്കുക പ്രവാചക. മൂന്നാമത്തെ തവണ റസൂല് വായിക്കുന്നു, പേടിച്ചു പോവുക റസൂല്. ജിബ്രീലിനെ ആദ്യമായിട്ട് കാണാണ് അല്ലേ, ഒരു മലക്കാണ് വരുന്നത്. അങ്ങനെ ആലിംഗനം ചെയ്തിട്ട് പേടിച്ചു, വിറവന്നു, പനി പിടിച്ചു. റസൂല് ഹിറാ ഗുഹ മെല്ലെ ഇറങ്ങി ഓടി വീട്ടിലേക്ക് ഓടിയിട്ട് ഖദീജ ബീവിനെ കാണുമ്പോൾ തന്നെ പറയുന്നെന്തറിയോ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. ഖദീജ വേഗം ഒരു പുതപ്പെടുക്ക്, എന്നിട്ട് എന്നെ ഒന്ന് മൂട്. ഇനി ഞാൻ നമ്മുടെ നാട്ടിലേക്ക് അതിനെ ഒന്ന് പരിവർത്തിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഭർത്താവ് പാറമടയിൽ പോയിട്ട് കുത്തിരിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മളിവിടെ വലിയ കിടക്കയൊക്കെ വിരിച്ച് മണിയറയൊക്കെ വിരിച്ച് നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുക. ഭർത്താവ് പാറമടയിൽ പോയിട്ട് എന്നിട്ട് ഭർത്താവ് ഓടി വരിക, എന്തോ ഒന്നിനെ കണ്ട് പേടിച്ചിട്ട്. എന്നിട്ട് ഭർത്താവ് പറയുന്നത് പുതപ്പിട്ട് മൂടുന്നു. നിങ്ങളോടാരോ മാളത്തെ കയറി ഒളിക്കാൻ പറഞ്ഞ്? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഇത്രയും ദിവസം. നിങ്ങളോടാരോ പാറമക്കറി ഒളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പോയി മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് ഇതല്ല, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കിട്ടണോ? അതായിരിക്കും ഇന്നത്തെ ഭാര്യ എന്ന് പറയുന്നത്. ഖദീജ ബീവി എന്തുകൊണ്ട് ലോക സ്ത്രീകളിൽ സമുന്നതമായ സ്ഥാനത്തെത്തി? ജമ്മിലൂനിയ ഖദീജ എന്ന പാറമടയെന്ന് ഇറങ്ങി ഓടിയിട്ട് ഭർത്താവ് കൽപ്പിച്ചു. ചോദ്യമല്ല, അവൾക്കാ സ്വർഗോ? അവൾക്കാ സ്വർഗോ പറഞ്ഞു. പുതപ്പിട്ട് മൂടാൻ പുതപ്പിട്ട് മുടി കൊടുത്ത് പുതപ്പിട്ട് മുടി കുറെ സമയം. അതായത് ഒരു ഭർത്താവിന്റെ BP കൂടുക, അല്ലെങ്കിൽ പിന്നെ ശ്വാസം വളരെ വേഗത്തിലാവുക, പേടിക്കുക. അപ്പൊ കിടന്നു, പുതപ്പിട്ട് മുടി കൊടുത്തു, ശാന്തമായി കുറെ സമാധാനമായപ്പോ അവിടെ ചെന്നിരുന്നു. എന്നിട്ട് ചോദിച്ച എന്താ ഉണ്ടായത്? എന്താ അങ്ങനെ പേടിക്കാൻ? എന്താ ഉണ്ടായത്? നല്ല നിലക്ക് അതൊരു ഭാര്യ, അതും ഒരു ഭാര്യയായിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീത്വത്തിന്റെ പൂർണ്ണത പ്രാപിച്ച 3 സ്ത്രീകളെ ലോകത്തുള്ളൂ എന്നാ. 3 സ്ത്രീ. മനുഷ്യ ചരിത്രത്തിൽ ആദമിന്റെ മക്കളിൽ സ്ത്രീകളിൽ വെറും 3 സ്ത്രീകൾ. മറിയം ബീവി, ആസിയ ബീവി, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ഇവര് 3 ആള്. വേറെ ആരുമില്ല. ആയിഷ ബീവി ആ പട്ടികയിൽ എത്തിയിട്ടില്ല, സൗദാ ബീവി എത്തിയിട്ടില്ല, അഫ്സ എത്തിയിട്ടില്ല, സൈനബ് എത്തിയിട്ടില്ല, ഉമ്മു കുൽസും എത്തിയിട്ടില്ല, ആരും എത്തിയിട്ടില്ല, ഫാത്തിമ ബീവി എത്തിയിട്ടില്ല. ഇല്ല. അതുകൊണ്ടാ കുറച്ച് കഴിഞ്ഞ് വളരെ ശാന്തമായപ്പോ ഖദീജ ബീവി വന്നിട്ട് റസൂലിന്റെ സമീപത്തിരുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ ആയിഷ ഖദീജ ബീവിയോട് വന്നിരുന്നു. ചോദിച്ച എന്തേ ഉണ്ടായത്? എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? അപ്പൊ പറഞ്ഞ ഖദീജ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഹിറാ ഗുഹയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ആ സമയത്ത് ഏതൊരു ഭർത്താവും ലോകത്ത്, ഞാനൊരു ഭർത്താവാ, എനിക്ക് പറയാൻ കഴിയും നിങ്ങളോട്, ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? ഭർത്താവിനെ ഭാര്യ തിരിച്ചറിയുക എന്നത് ലോകത്ത് ഭർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. ഖദീജ ബീവി അവിടെ പറയുന്നറിയോ? പടച്ചോനാണേ സത്യം. ആദ്യം തന്നെ ഒരു ഇല്ല, അള്ളാണേ സത്യം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അള്ളാഹ് കൊയക്കൂല, നിങ്ങൾ അള്ളാഹ് ഒരിക്കലും കൊയക്കൂല. നിങ്ങൾ നല്ലൊരു മനുഷ്യനാ, നിങ്ങൾ എല്ലാരെയും സഹായിക്കുന്ന ആളാ, പാവപ്പെട്ടവരെ. അതൊരു ഭർത്താവിനുള്ള അംഗീകാരം.